ട്രംപ് ഇടപെടാത്ത വിഷയങ്ങളില്ല. വന്ന് ഇപ്പോൾ ആരോഗ്യ വിഷയങ്ങളിൽ പോലും വിദഗ്ധ അഭിപ്രായം പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. ട്രംപിന്റെ ആരോഗ്യ വിദഗ്ധനെ പോലെയുള്ള ഒരു പരാമർശം ലോകം മുഴുവൻ ചർച്ചയായിരിക്കുകയാണ്. ഗർഭിണികൾ പാരസെറ്റമോൾ കഴിച്ചാൽ കുഞ്ഞിന് ഓട്ടിസം വരുമെന്നാണ് ട്രംപ് പറയുന്നത്. സ്ത്രീകൾ ടൈലനോൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഓട്ടിസമുള്ള കുഞ്ഞ് ജനിച്ചേക്കാം എന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. എന്നാൽ ലോകാരോഗ്യ സംഘടന തന്നെ ഇതിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ട്രംപ് പറയുന്ന മണ്ടത്തരം കേൾക്കേണ്ടതില്ലെന്നും മരുന്നിന് ഓട്ടിസവുമായി ഒരു ബന്ധവുമില്ലെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. പാരസെറ്റമോളും ഓട്ടിസവും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതായി ശാസ്ത്രീയമായി തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഗർഭകാലത്ത് ഉപയോഗിക്കാൻ സുരക്ഷിതമായ ഒരു മരുന്ന് തന്നെയാണ് പാരസെറ്റമോൾ എന്നാണ്. ട്രംപിന്റെ പ്രസ്താവന ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്തതാണെന്ന് യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസിയും ഓസ്ട്രേലിയയിലെയും UK-യിലെയും ആരോഗ്യ ഗവേഷണ ഏജൻസികളും വ്യക്തമാക്കുന്നു. ശാസ്ത്രീയമായ തെളിവിനെതിരെ വ്യാജ വാർത്ത പരത്തുകയാണ് ട്രംപ് ചെയ്തതെന്ന് ഓസ്ട്രേലിയൻ തെറാപ്യൂട്ടിക് ഗുഡ്സ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നു. ഗർഭിണിയായിരിക്കെ ഹ്രസ്വകാലത്തേക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും സുരക്ഷിതമായ ഗുളികയാണ് പാരസെറ്റമോൾ എന്ന് ഇന്ത്യൻ ആരോഗ്യ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. ട്രംപിന്റെ പ്രസ്താവന അപകടകരവും തെറ്റിദ്ധരിപ്പിക്കുന്നതും ഉത്തരവാദിത്തമില്ലാത്തതുമാണെന്ന് അമേരിക്കൻ ഗൈനക്കോളജിസ്റ്റുകളും UK നാഷണൽ ഓട്ടിസം സൊസൈറ്റിയും പറയുന്നുണ്ട്. ഇത്തരത്തിലെ വ്യാജ വാർത്തകൾ ഗർഭകാലത്തുണ്ടാകുന്ന ശരീരവേദനകൾക്ക് അടിസ്ഥാന മരുന്നുകൾ കഴിക്കുന്നതിൽ നിന്നും ഗർഭിണികളെ പിൻവലിപ്പിക്കുമെന്നും ഇത് അവരുടെ ആരോഗ്യനിലയെയും ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തെയും ബാധിക്കുമെന്നും ഡോക്ടർമാർ പറയുന്നു. ഇനി ഓട്ടിസം എങ്ങനെയാണ് ശരിക്കും ബാധിക്കുന്നത് എന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ ആശയവിനിമയത്തെയും സാമൂഹിക ഇടപെടലിനെയും ചുറ്റുപാടുകളെയും അറിയുന്നതിനെയും ബാധിക്കുന്ന തരത്തിൽ നാഡീവ്യൂഹത്തിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഓട്ടിസം അഥവാ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. വൈവിധ്യമാർന്ന കഴിവുകളും വെല്ലുവിളികളും ഈ അവസ്ഥ ബാധിച്ച കുട്ടികളിൽ ഉണ്ടാകാം. ഇത് ആളുകളെ അനുസരിച്ച് ഏറെയും കുറഞ്ഞും വരാം. ഓട്ടിസത്തിന്റെ കൃത്യമായ കാരണങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല. എന്നിരുന്നാലും ഓട്ടിസത്തിന്റെ വികാസത്തിൽ ജനിതക ഘടനയ്ക്ക് പ്രധാനമായ പങ്കുണ്ടെന്ന് വിലയിരുത്തുന്നുണ്ട്. പാരമ്പര്യം, ജനിതകം എന്നിവ രണ്ടും ഓട്ടിസവുമായി ബന്ധമുണ്ട്. എല്ലാ പാരമ്പര്യ അവസ്ഥകളും ജനിതകമാണ്, എന്നാൽ എല്ലാ ജനിതക അവസ്ഥകളും പാരമ്പര്യമല്ല. മാതാപിതാക്കളിൽ നിന്ന് ജീനുകൾ വഴിയാണ് പാരമ്പര്യമായി കുട്ടികളിലേക്ക് രോഗങ്ങൾ വരുന്നത്. ഓട്ടിസത്തിന്റെ ചരിത്രമുള്ള കുടുംബങ്ങൾക്ക് ഉയർന്ന അപകട സാധ്യത ഉണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. ഇനി ട്രംപ് പറഞ്ഞ ടൈലനോൾ എന്താണെന്ന് ചോദിച്ചാൽ, അസറ്റോമോമിനോഫെൻ എന്ന മരുന്നിന്റെ ബ്രാൻഡ് നെയിമാണ് ടൈലനോൾ. ഇന്ത്യയിലും UK-യിലും പാരസെറ്റമോൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സാധാരണയായി വേദന കുറയ്ക്കാനും പനി കുറയ്ക്കാനുമാണ് പാരസെറ്റമോൾ ഉപയോഗിക്കുന്നത്. ഡോക്ടറുടെ കുറിപ്പടി ആവശ്യമില്ലെന്നതിനാൽ മരുന്ന് എളുപ്പത്തിൽ ലഭ്യവുമാകും. കാലങ്ങളായി ലോകമെങ്ങുമുള്ള ഗർഭിണികൾ ഗർഭകാല വേദന കുറയ്ക്കാൻ പാരസെറ്റമോൾ കഴിച്ചു വരുന്നു. ദീർഘകാലത്തെ പഠന ഗവേഷണങ്ങൾക്കൊടുവിലാണ് പാരസെറ്റമോൾ ഓട്ടിസമോ ADHD-യോ കുട്ടികളിൽ ഉണ്ടാക്കില്ലെന്ന് വൈദ്യശാസ്ത്രം സ്ഥിരീകരിച്ചത്. 1996-നും 2016-നും ഇടയിൽ ജനിച്ച 24 ലക്ഷത്തോളം സ്വീഡിഷ് കുട്ടികളെയാണ് ഇതിനായി ശാസ്ത്രജ്ഞർ പഠിച്ചത്. ഗർഭകാലത്ത് പാരസെറ്റമോൾ കഴിച്ചത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉണ്ടാക്കുന്നതിനോ ADHD ഉണ്ടാക്കുന്നതിനോ ബുദ്ധിപരമായ വൈകല്യങ്ങൾ നവജാത ശിശുക്കളിൽ ഉണ്ടാക്കുന്നതിനോ കാരണമാവുകയോ സാധ്യതയേറ്റുകയോ ചെയ്യുന്നില്ലെന്നാണ് പഠനത്തിൽ തെളിഞ്ഞത്. ദശാബ്ദങ്ങളെടുത്ത് ശാസ്ത്രലോകം ഉണ്ടാക്കിയെടുത്ത ബോധവൽക്കരണങ്ങളെ ഒറ്റ പ്രസ്താവനയോടെ തകിടം മറിക്കുന്നതാണ് ട്രംപിന്റെ നിരുത്തരവാദപരമായ പ്രസ്താവന. ഗർഭകാലത്ത് ഏത് മരുന്ന് കഴിക്കുമ്പോഴും ഡോക്ടർമാരുടെ അഭിപ്രായം തേടുന്നതാണ് നല്ലത്. രാഷ്ട്രീയക്കാരെ കേൾക്കേണ്ടതില്ലെന്ന് ഡോക്ടർമാർ തന്നെ പറയും.